Hi students, Complex Numbers and Quadratic Equations എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആൻഡ് മൊഡ്യൂലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നീ രണ്ട് കോൺസെപ്റ്റുകളായിരുന്നു. എന്തായിരുന്നു കോഞ്ചുഗേറ്റ്, എന്തായിരുന്നു മോഡുലസ് എന്നത് എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊരു രണ്ട് എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ എഴുതുകയാണ്. z is equal to z 3 plus i4. ഓക്കെ, +i4. ഞാൻ അതിൻ്റെ കോഞ്ചുഗേറ്റും ഇവിടെ എഴുതുകയാണ്, അതുപോലെ മോഡുലസും എഴുതുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു കോഞ്ചുഗേറ്റ്? ഓക്കെ, നിങ്ങൾ പറഞ്ഞു നോക്കൂ ആൻസർ. യെസ്, 3 minus i4. വാട്ട് ഈസ് മോഡുലസ്? യെസ്, √3² അല്ലേ, 3² plus 4² എന്നായിരുന്നു. സോ ആൻസർ ഈസ് √25 = 5. ശരിയല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ എഴുതുന്നു. -1 plus √2i. വാട്ട് ഈസ് കോഞ്ചുഗേറ്റ്? യെസ്, -1 minus √2i. വാട്ട് ഈസ് മോഡുലസ്? -1ൻ്റെ സ്ക്വയർ 1 plus √2ൻ്റെ സ്ക്വയർ 2. സോ ദ ആൻസർ ഈസ് √3. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് കാൾഡ് കോഞ്ചുഗേറ്റ് ആൻഡ് ദിസ് ഈസ് കാൾഡ് മോഡുലസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹയർ പവേഴ്സ് ഓഫ് ഐ എങ്ങനെയാണ് സിംപ്ലിഫൈഡ് രൂപത്തിൽ എഴുതുക എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് ഐ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐയുടെ ഹയർ പവേഴ്സ്, ഇൻറ്റിജർ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് സിംപ്ലിഫൈഡ് രൂപത്തിൽ എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, ലെറ്റ് us start. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ √-1 ആണ്. മറന്നു പോയത് ഐ = √-1. അപ്പോൾ i² എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും i² എന്ന് പറഞ്ഞാൽ -1. ഈ ചാപ്റ്ററിൻ്റെ എസെൻസ് ആണ് ഈ സംഭവം. ഓക്കെ, ഇമാജിനറി നമ്പറാണ് ഐ. ഐയുടെ സ്ക്വയർ കണ്ടാൽ ആൻസർ -1. നോ വാട്ട് ഈസ് i³ i³ നമുക്ക് എങ്ങനെ എഴുതാം? i² × i എന്ന് എഴുതിക്കൂടെ? യെസ്, വാട്ട് ഈസ് i²? i² എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 × i. സോ ദ ആൻസർ ഈസ് -i എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി i⁴ എഴുതണമെന്ന് വിചാരിച്ചോളൂ. i⁴ എഴുതാൻ നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം. i³ × i എന്ന് എഴുതാം, അല്ലെങ്കിൽ i² സ്ക്വയർ എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? i² സ്ക്വയർ എന്ന് എഴുതിയെന്ന് വിചാരിച്ചോളൂ. വാട്ട് ഈസ് i²? -1 ആണ്. അപ്പോൾ -1ൻ്റെ സ്ക്വയർ. സോ ദ ആൻസർ ഈസ് 1. ഇനി ഒരാൾ i⁵ എഴുതിയാൽ എന്താ സംഭവിക്കാൻ നോക്കൂ നിങ്ങൾ. i⁵ എഴുതി കഴിഞ്ഞാൽ i⁴ × i എന്നാണ്. ഇല്ലേ, i⁵ റെഡി അല്ലേ? പക്ഷേ i⁴ 1 ആണല്ലോ. അപ്പോൾ 1 × i. സോ ദ ആൻസർ ഈസ് i എന്ന് കിട്ടും. നോക്കൂ നിങ്ങൾ ആൻസർ. ഐയുടെ ഏത് ഹയർ പവേഴ്സ് വന്നു കഴിഞ്ഞാലും i⁵ എഴുതി. i⁵ ആൻസർ i⁵ × i. ഓക്കെ, i⁵ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇത് i ആണ്. അപ്പോൾ i × i, i² അല്ലേ? i² എന്ന് പറഞ്ഞാൽ -1. നിങ്ങൾ ഈ ആൻസർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ ഏത് പവർ എഴുതി കഴിഞ്ഞാലും ഒന്നുകിൽ ആൻസർ 1 ആയിരിക്കും, അല്ലെങ്കിൽ i എന്നായിരിക്കും, അല്ലെങ്കിൽ -1 എന്നായിരിക്കും, അല്ലെങ്കിൽ -i. ഈ 4ൽ ഒരു ആൻസർ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ 4 രൂപത്തിലുള്ള ആൻസറിലേക്ക് നമ്മൾ ഐയുടെ ഏതൊരു പവേഴ്സിനെയും മാറ്റി എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഈ 4ൽ ഒരു ആൻസർ മാത്രമായിരിക്കും ഇത് സംഭവിക്കുക. എപ്പോഴാണ് 1 എന്ന ആൻസർ വരിക? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടോ നിങ്ങൾ, i⁴ വന്നപ്പോൾ ആൻസർ 1 ആണ്. ഇനി ഒരാൾ i⁸ ചോദിച്ചാലോ? i⁸ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? i⁴ സ്ക്വയർ ആയിരിക്കും. പക്ഷേ i⁴ 1 ആണല്ലോ, അതുകൊണ്ട് 1² = 1 ആയിരിക്കും. ഓക്കെ, i⁴ ചോദിച്ചാലോ? സെയിം ആയിരിക്കും, i⁴ ക്യൂബ് ആയിരിക്കും. അപ്പോഴും ആൻസർ 1 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 1 എന്ന ആൻസർ വരൽ എപ്പോഴാണ്? ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഐയുടെ പവർ മൾട്ടിപ്പിൾ ഓഫ് 4 വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. ഐന്ന് എപ്പോഴും ആൻസർ വരാൻ നോക്കൂ നിങ്ങൾ. ഇതാ i⁵ വന്നപ്പോൾ ആൻസർ വന്നിട്ടുണ്ട്. ഇനി i�9 വന്നാൽ i വരും. ചുരുക്കി പറഞ്ഞാൽ i⁴k + 1 വന്നു കഴിഞ്ഞാൽ ആൻസർ i ആയിരിക്കും. i⁴k + 2 വന്നാൽ -1 ആയിരിക്കും. i⁴k + 3 വന്നാൽ ആൻസർ -i ആയിരിക്കും. ഇവിടെ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്. k ഈസ് ആൻ ഇൻറ്റിജർ. അതായത് ഐയുടെ പവറിൽ 4ൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ ഫുൾ ടൈം 1 ആയിരിക്കും. 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണെങ്കിൽ i എന്നായിരിക്കും. 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതലാണെങ്കിൽ -1.
4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 3 കൂടുതലാണെങ്കിൽ -i എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. i⁴ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാൻ പറ്റും. i⁴ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ 40 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ, 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, i⁻13 ചോദിച്ചെന്ന് വിചാരിച്ചോളൂ. 4ൻ്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് അറിയാം 12 അല്ലേ, 12 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് 12 + 1 അല്ലേ, 12 + 1 എന്ന് പറയുമ്പോൾ 4k + 1 ആണ്. സോ ദ ആൻസർ ഈസ് i. ഉണ്ടോ, 4k + 1 വന്നാൽ ആൻസർ i ആണ്. ഓക്കെ, i⁻22 എന്ന് വിചാരിച്ചോളൂ. i⁻22 എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് 4k + 1 20 + 2 അല്ലേ, 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? -1 എന്നായിരിക്കും. കണ്ടോ, -1. ഈ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 1 i -1 -i. 4ൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ 1, 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടിയാൽ i, 2 കൂടുതലെങ്കിൽ -1, 3 കൂടുതൽ കഴിഞ്ഞാൽ -i. 1 i -1 -i എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കുമോ, i⁻7 ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? നമുക്കറിയാം 4 + 3 ആണ് 7. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 3 കൂടുതലാണ്. അപ്പോൾ ആൻസർ -i ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ റൈറ്റ്, നിങ്ങൾ എഴുതേണ്ടത് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് i എന്ന് ഹെഡിങ് എഴുതി വെക്കുന്നു. ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് i എന്ന് ഹെഡിങ് എഴുതി വെക്കുക. ഓക്കെ, അതിന് ശേഷം റൈറ്റ്, we know that, you write, right, എഴുതിക്കോളൂ. we know that i is equal to √-1, i² is equal to -1, i⁻³ is equal to i² into i is equal to -i, i⁻⁴ is equal to i³ into i is equal to -i into i is equal to 1, i⁵ is equal to i⁴ into i is equal to i, etc., etc., etc. First you write like this, then write in general i⁴k is equal to 1, i⁴k plus 1 is equal to i, i⁴k plus 2 is equal to -1, i⁴k plus 3 is equal to -i, where k is an integer. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇതൊരു ബോക്സിലാക്കി വെക്കുക കേട്ടോ. അതിങ്ങനെ ഇതുപോലെ ഒരു ബോക്സിലാക്കി വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രോബ്ലംസ് നമ്മൾ കണ്ടിന്യൂസ് നമ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇവാലുവേറ്റ് ദി ഫോളോയിങ്. അതിൽ ക്വസ്റ്റ്യൻ എ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. i⁻20. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഓർഡറിൽ ആൻസർ ഉണ്ടായിരിക്കണം. 1 i -1 -i. ഇത് 4k ആണ്. 4k + 1, 4k + 2, 4k + 3. നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വേറെ തന്നെ എഴുതുക കേട്ടോ. i⁻20 is equal to ക്വസ്റ്റ്യൻ്റെ നേരെ ആൻസർ എഴുതണ്ട, ആൻസർ സെപ്പറേറ്റ് എഴുതാം. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ നോക്കൂ. സോ ദ ആൻസർ ഈസ് 1, ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ബി, i⁻100. എന്താണ് ആൻസർ? യെസ്, i⁻100 is equal to 100. 4ൻ്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. i⁻100 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 100, therefore ആൻസർ 1. ഓക്കെ, നമ്പർ സി, i⁻13. നിങ്ങൾ പറയൂ ആൻസർ. യെസ്, i⁻13 എന്തായിരിക്കും? ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, 4ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്. 4k + 1 ആണ്. 4k + 1 വന്നാൽ ഇതാണ് ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് i. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഡി, താഴെ എഴുതിയാൽ മതി കേട്ടോ.
ഐ റേസ് ടു 242 ചോദിച്ചാലോ? അപ്പോൾ നിങ്ങൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മൊത്തം നമ്പർ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 42 എന്താ അവസ്ഥ? 40 + 2 ആണ് അല്ലേ? 40 + 2 എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് 4K + 1 4K + 2. സോ ദ ആൻസർ ഈസ് -1 എന്നാണ് ആൻസർ. ഓക്കെ, -1. അപ്പോൾ നിങ്ങൾ ഐയുടെ പവേഴ്സ് ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഐ റേസ് ടു 21 ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഒന്ന് പറയൂ ആൻസർ. യെസ്, ഐ റേസ് 21 ഇസ് ഈക്വൽ ടു ഇത് 4K + 1 ആണ് അല്ലേ? അപ്പോൾ ആൻസർ ഐ എന്നായിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ എഴുതുന്നത്. ഐ റേസ് ടു -28 ചോദിച്ചെന്ന് വിചാരിച്ചു. ഐ റേസ് ടു -28. ഇവിടെ -28 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ് അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, 7 4s അല്ലേ? അതുകൊണ്ട് ഇവിടെ ആൻസർ 1 തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയം ഉണ്ടായിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഐ റേസ് ടു -7 ആണ് ഞാൻ ചോദിക്കുന്നത്. ഐ റേസ് ടു -7. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം -7 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഒരിക്കലും -4 + 3 എന്ന് നിങ്ങൾ വായിക്കാൻ പാടില്ല. -4 + 3 ഒരിക്കലും -7 അല്ല. പിന്നീട് -7 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ആക്ച്വലി ഇത് -8 + 1 ആണ് ആക്ച്വലി അല്ലേ? -7 മീൻസ് വാട്ട്? ഐ റേസ് ടു -8 + 1. അപ്പോൾ ഇത് 4K + 1 ആണ്. 4K + 1 വന്നു കഴിഞ്ഞാൽ ആൻസർ ഇതാ, ആൻസർ ഐ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കുക, 4 + 3 എന്ന് വായിച്ച് -7 എന്ന് വായിക്കരുത്. അപ്പം -4 + 3 ഒരിക്കലും 7 അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് -8 + 1 ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഐ റേസ് ടു -21. അപ്പോൾ നിങ്ങൾ അറിയാതെ 20 + 1 എന്ന് വായിച്ച് പോകും. പക്ഷേ 20 + 1 നെഗറ്റീവിൽ ഒരിക്കലും 21 വരില്ല. അപ്പോൾ എങ്ങനെ ഇത് മാറ്റി എഴുതണം? ഐ റേസ് ടു -21 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? മൾട്ടിപ്പിൾ ഓഫ് 4 കൂട്ടി എഴുതണം അല്ലേ? -24 + 3 എന്ന് എഴുതണം, ശരിയല്ലേ? -24 + 3 ആണ്. ഇത് 4K + 3 എന്ന് വായിക്കുക. അപ്പോൾ 4K + 3, 4K + 3 എന്നാൽ ആൻസർ എന്താണ്? -I എന്നാണ് ആൻസർ. ഓക്കെ, 20 + 1 എന്ന് വായിച്ചാൽ 4K + 1 ആയിരിക്കും. അപ്പോൾ ആൻസർ ഐ ആയിരിക്കും. ഇത് തെറ്റാണ്. -24 + 3 ആണ് -21 എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ എഴുതാം. 1/i റേസ് ടു 41 ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. 1/i റേസ് ടു 41 ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? നമുക്ക് ഇങ്ങനെ എഴുതാം. 1/i റേസ് ടു 41 പകരം നമ്മൾ അതിനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കും. അപ്പോൾ എങ്ങനെ എഴുതും? ഐ റേസ് ടു -41 എന്നാവും അല്ലേ? ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് വരുമ്പം ഐ റേസ് ടു -41. ഇതിനെങ്ങനെ എഴുതും? 40 + 1 ആണോ? അല്ല, 40 + 1 എന്നല്ല എഴുതണ്ടേ, -44 + 3 എന്നാണ് എഴുതേണ്ടത്. -44 + 3. അപ്പോൾ ഏതാണ്? 4K + 3. ഇതാണ് 4K + 3, -I എന്നാണ് ആൻസർ. ഇത്രയും എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവാലുവേറ്റ് ദി ഫോളോയിങ് എന്നുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിക്കുക. 4K വന്നു കഴിഞ്ഞാൽ ആൻസർ 1, 4K + 1, 4K + 2, 4K + 3. അപ്പോൾ ഐയുടെ ഏതൊരു പവർ വന്നാലും, ഹയർ പവർ വന്നു കഴിഞ്ഞാലും ഈ 4ൽ ഒരു ആൻസറിലേക്ക് അതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ പറയുന്നത്. ഇവാലുവേറ്റ്, യു റൈറ്റ്, ഇവാലുവേറ്റ് I raised 9 plus I raised to 19. I raised 9 plus I raised to 19. ആൻസർ എഴുതാൻ പറ്റുമോ നോക്കൂ. ആൻസർ എന്താണ്? I raised 9. യെസ്, I raised 9ൻ്റെ ആൻസർ നമുക്കറിയാം 4K + 1 ആണ് അല്ലേ? അപ്പോൾ ആൻസർ ഐ ആണ്, ശരിയല്ലേ? I raised 19 എന്താണ് ആൻസർ? ഇത് 4K + 3 അല്ലേ? 16 + 3 അല്ലേ? അപ്പോൾ -I ആണ്. So the answer is I raised to 9 plus I raised to 19 is equal to I plus -I. ആൻസർ 0 എന്ന് നമുക്ക് ആൻസർ കിട്ടും, ശരിയല്ലേ? ഇത് മനസ്സിലാക്കി വെക്കുക. I raised to 4K വന്നാൽ ആൻസർ 1, 4K + 1 വന്നാൽ ആൻസർ I, 4K + 2 -1, 4K + 3 -I. ഇപ്പം 19 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ 4K + 1, അപ്പോൾ I മൈനസ് ആൻസർ 0. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇവാലുവേറ്റ് തന്നെയാണ് ചോദ്യം. റൈറ്റ്, ഇവാലുവേറ്റ് I raised to 20 plus 1 / I raised to 20
ഐ റേസ് 20 പ്ലസ് 1 ഡിവൈഡ് ബൈ ഐ റേസ് 20. ഒന്ന് പറഞ്ഞു നോക്കൂ ആൻസർ. ഐ റേസ് 20 എന്ന് പറയുന്നത് നമുക്ക് 4k ആണ് അല്ലേ. ഐ റേസ് 20 എന്ന് പറഞ്ഞാൽ 4k. അപ്പോൾ ഐ റേസ് 4k ആൻസർ 1 ആണ്. 1 പ്ലസ് 1 ബൈ ഐ റേസ് 20 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 1 ബൈ ഐ റേസ് 20 മീൻസ് വാട്ട്? ഐ റേസ് ടു മൈനസ് 20 ആണ്. ഇതും 4k തന്നെയാണല്ലോ. ആൻസർ 1 തന്നെ വരും. ശരിയല്ലേ? 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെ ആൻസർ എഴുതുക കേട്ടോ. ഐ റേസ് 20 പ്ലസ് 1 ബൈ ഐ റേസ് 20 ഈക്വൽസ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 എന്ന ആൻസർ എഴുതുക. അപ്പം 1 ബൈ ഐ റേസ് 20 നിങ്ങൾ സൈഡിൽ ഇതേപോലെ എഴുതി വെച്ചാൽ മതി. 1 ബൈ ഐ റേസ് 20 എന്ന് പറഞ്ഞാൽ ഐ റേസ് മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നായിരിക്കും ആൻസർ. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ 1 തന്നെയാണ്. ആൻസർ റെഡി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 10. Evaluate I raised to 10 plus I raised to 11 plus I raised to 12 plus I raised to 13. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്താണ് I raised to 10? I raised to 10 is equal to 4k plus 2 ആണ് അല്ലേ. അപ്പം എന്താ ആൻസർ? മൈനസ് 1. ഓക്കെ, I raised to 11 4k plus 3 മൈനസ് I raised to 12ൻ്റെ ആൻസർ എന്താ? 4k ആണ്. I raised to 4k അല്ലേ? 1. I raised to 13 4k plus 1 ആണ്. അപ്പോൾ ആൻസർ I എന്നായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് I raised to 10 പ്ലസ് I raised to 11 പ്ലസ് I raised to 12 പ്ലസ് I raised to 13 നാലും കൂടെ ആഡ് ചെയ്താൽ ആദ്യത്തെ ആൻസർ മൈനസ് 1. പിന്നീട് വന്നത് 11 അല്ലേ വന്നത്? മൈനസ് I raised to 12ൻ്റെ ആൻസർ പ്ലസ് 1. I raised to 13 ആൻസർ പ്ലസ് I. നോക്കൂ നിങ്ങൾ, മൈനസ് 1 പ്ലസ് 1 ക്യാൻസലായി, മൈനസ് I പ്ലസ് I ക്യാൻസലായി, ആൻസർ 0 എന്ന് കിട്ടും. പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. 4 കണ്ടിന്യൂസ് പവേഴ്സ് വന്നു കഴിഞ്ഞാൽ ആൻസർ ഷുവർലി 0 ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്, നമ്മൾ ബോധ്യപ്പെടാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം പ്രത്യേകം ഓർക്കുക. 4 പവേഴ്സ് ഇങ്ങനെ അടുത്തടുത്ത് അഡ്ജസൻറ്റ് പവേഴ്സ് ആണെങ്കിൽ ആൻസർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 0 എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആൻസർ 0 എഴുതി കൊടുത്താൽ മതി. ഓക്കെ, I raised to 15, ഓക്കെ 16, 17, 18 ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യമില്ല, ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 15, 16, 17, 18 അഡ്ജസൻറ്റ് പവേഴ്സ് അടുത്തടുത്ത പവേഴ്സ് ആണ് വന്നതെങ്കിൽ ഫുൾ ടൈം ആൻസർ 0 ആയിരിക്കും. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 11 അത് ഓർത്ത് വെക്കുക കേട്ടോ. അഗെയിൻ ഇവാലുവേറ്റ് I raised to 20 plus I raised to 22 plus I raised to 24 plus I raised to 26. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, പവേഴ്സ് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. നിങ്ങളിത് ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ആൻസർ 0 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ അഗെയിൻ 0 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. 22 എന്ന് പറഞ്ഞാൽ 4k പ്ലസ് 2 അല്ലേ. എന്താണ് ആൻസർ? മൈനസ് 1 ആയിരിക്കും. 24 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 ആണ്. 24 എന്ന് പറഞ്ഞാൽ മൈനസ് 1, ആൻസർ 0. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താൽ ആൻസർ 0 കിട്ടും. ഇപ്പോൾ 2ൻ്റെ ഡിഫറൻസ് വന്നാലും ആൻസർ 0 ആയിരിക്കും. ഇനി 3ൻ്റെ ഡിഫറൻസ് വന്നാലും ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു റിസൾട്ട് ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 14, സോറി നേരത്തെ നമ്മൾ എഴുതിയത് ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 11 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്നൊരു രൂപത്തിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. I raised to 30 plus I raised to 33 plus I raised to 36 plus I raised to 39 ചെയ്താലും ആൻസർ എന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. ഇപ്പോൾ 1ൻ്റെ ഡിഫറൻസ് വന്നാലും 0, 2ൻ്റെ ഡിഫറൻസ് വന്നാലും 0, 3യുടെ ഡിഫറൻസ് വന്നാലും 0 ആയിരിക്കും. പക്ഷേ 4ൻ്റെ ഡിഫറൻസ് വന്നാൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു റിസൾട്ടായിട്ട് അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. ഒരു നോട്ടായിട്ട് ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ഇങ്ങനെ എഴുതിക്കോളൂ. I raised to n plus I raised to n plus 1 plus I raised to n plus 2 plus I raised to n plus 3. കണ്ടോ, 1ൻ്റെ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ആൻസർ 0 ആയിരിക്കും. അഗെയിൻ I raised to n plus I raised to n plus 2 plus I raised to n plus 4 plus I raised to n plus 6. 2ൻ്റെ ഡിഫറൻസ് വന്നാലും ആൻസർ 0 ആയിരിക്കും.
ഇനി 3ൻ്റെ ഡിഫറൻസ് n വന്നു. 3ൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ +3, വീണ്ടും +3 അല്ലേ. അപ്പോൾ n+6 വീണ്ടും +3, അപ്പോൾ എത്ര n+9. ഇതിൻ്റെ ആൻസറും 0 ആയിരിക്കും. ലാസ്റ്റ് n വന്നു, n+4 വന്നു, n+8, n+12 എല്ലാം 4ൻ്റെ ഡിഫറൻസ് ആണ്. 4ൻ്റെ ഡിഫറൻസ് വന്നാൽ ആൻസർ 4i⁻n ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് റിസൾട്ട് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്, ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോക്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ 1ൻ്റെ ഡിഫറൻസ് ആണ് പവർ വന്നതെങ്കിൽ 0, 2ൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ 0, 3ൻ്റെ ഡിഫറൻസ് വന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആൻസറും 0 ആണ്. 4ൻ്റെ ഡിഫറൻസ് വന്നാൽ 4i⁻n ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റത്തിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇവിടെ 4i⁻n വന്നത് നോക്കിക്കോളൂ. ഈ ലാസ്റ്റത്തിൻ്റെ പ്രൂഫാണ് പറയുന്നത് കേട്ടോ. പ്രൂഫ് ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. പ്രൂഫ് ഇവിടെ i⁻n പ്ലസ് i⁻n+4 പ്ലസ് i⁻n+8 പ്ലസ് i⁻n+12 അല്ലേ. അത് നമുക്കിങ്ങനെ എഴുതാം. i⁻n ഞാൻ കോമൺ ഫാക്ട് എടുക്കുക. എല്ലാത്തിനും i⁻n ഉണ്ടല്ലോ. ഇവിടെ പോന്നാൽ ബാക്കി 1 ഉണ്ടാവുക. 1 പ്ലസ് ഇവിടുന്ന് i⁻n കോമൺ ഫാക്ട് എടുത്താൽ ബാക്കി i⁻4 എന്നുണ്ടാവും. കണ്ടോ, i⁻n × i⁻4 ഈസ് i⁻n+4 റെഡി. പ്ലസ് ഇവിടുന്ന് i⁻n കോമൺ ഫാക്ട് എടുത്താൽ i⁻8. ഓക്കെ, ലാസ്റ്റിൽ നിന്ന് i⁻n കോമൺ ഫാക്ട് എടുത്താൽ i⁻12 കോമൺ ഫാക്ട് എടുത്ത് പൊതുഘടകം. ഇത് ഓരോന്ന് ഓപ്പൺ ചെയ്താൽ ഇതേ ടേംസ് കിട്ടിയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു i⁻n ഇൻറ്റു വാട്ട് ഈസ് 1 അതേപോലെ എഴുതി. i⁻4 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. i⁻8 4k മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട് 1 ആണ്. എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട് 1 ആണ്. therefore 1 + 1 + 1 + 4 4 അല്ലേ ആൻസർ കിട്ടുക. അത് 4 ആണ്. സോ 4i⁻n എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രൂഫ്. എല്ലാവരും പഠിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞതല്ല, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരാൾ മാത്രം വെറൈറ്റി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഈ റിസൾട്ടിൻ്റെ പ്രൂഫാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം അതേപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 1ൻ്റെ ഡിഫറൻസ് ആണ് 0, 2 ഡിഫറൻസ് ആണ് 0, 3 ഡിഫറൻസ് ആണ് 0, 4 ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ 4i⁻n എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് നമുക്ക് ചെയ്യേണ്ടത്. Okay, right. Question number 13. Evaluate i⁻9 plus i⁻12 plus i⁻15 plus i⁻20 18 plus i⁻21 divided by i⁻23 plus i⁻26 plus i⁻29 plus i⁻32 plus i⁻35 എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കൂ, നിങ്ങളിത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ പവേഴ്സ് 3 9 3 12 15 18 21 23 26 29 30 3ന് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ 4 പദങ്ങൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, അഡ്ജസൻറ്റ് ടേംസ് എന്ന് പറയുമ്പോൾ 4 ടേംസ് വന്നു കഴിഞ്ഞാലാണ് ആൻസർ അല്ലേ. 4 ടേംസ് അഡ്ജസൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ 4 നോക്കൂ, ഈ 4ത്തിൻ്റെയും ആൻസർ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഈ 4 എടുത്താലും മതി, ഏത് 4 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എനി 4 അഡ്ജസൻറ്റ് വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ആൻസർ അതുപോലെ എന്തായിരിക്കും, ഈ 4 വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും, ഈ 4ത്തിൻ്റെ ആൻസറും 0 ആയിരിക്കും. അപ്പോൾ നമുക്കിത് ചെയ്യാൻ ഇതിൻ്റെ ആൻസർ എഴുതുമ്പം ഏത് മാത്രം എഴുതിയാൽ മതി, ഈ 4ത്തിൻ്റെ ആൻസർ 0 ആയിരിക്കും. 0 plus i⁻21 divided by 0 plus i⁻35 മാത്രം ചെയ്താൽ മതി അല്ലേ. i⁻21 നമുക്കറിയാം 4k + 1 ആണ്. അപ്പോൾ ആൻസർ 1 i എന്നാണ് അല്ലേ. ഡിവൈഡ് ബൈ i⁻35ൻ്റെ ആൻസർ എന്താണ്? യെസ്, ഇത് എത്രയാണ്? 4k + 3 ആണ്. 32 + 3 അല്ലേ. 4k + 3 എന്നാണ് ആൻസർ -i എന്നാണ് അല്ലേ. ഐയും വെട്ടിയാൽ ആൻസർ -1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? i⁻21 എന്ന് പറഞ്ഞാൽ i⁻4k + 1, അപ്പോൾ i ആണ് ആൻസർ. 4k + 3, ഇത് 4k + 3 ആണ്. 32 + 3 അല്ലേ. അപ്പം -i എന്നാണ്. ഐയും ക്യാൻസൽ ചെയ്യുന്നു, ആൻസർ എന്ത് കിട്ടുന്നു? -1 എന്ന് ആൻസർ കിട്ടുന്നു. ഇവിടെ 4 ടേംസ് മാത്രമേ ക്യാൻസൽ ആവുള്ളൂ എന്ന് ഓർമ്മിക്കുക. അഡ്ജസൻറ്റ് ടേംസ്
4 അടുത്തടുത്ത് വന്നാൽ ആൻസർ 0 ആയിരിക്കും. 1 ഡിഫറൻസ് ആണെങ്കിലും 2 ഡിഫറൻസ് ആണെങ്കിലും 3 ഡിഫറൻസ് ആണെങ്കിലും ആൻസർ 4 ടേംസ് അഡ്ജസ്റ്റൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക കേട്ടോ. ഇവാലുവേറ്റ് ദി ഫോളോയിങ് എന്നുള്ള ക്വസ്റ്റ്യൻസിൽ 14th ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ്. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ആണ് ചോദ്യം. I raised to 2019. ഓക്കെ, 2 I raised to 2020. Question number C, I raised to 201. Question number D, 1 by I raised to 54. Question number E, I raised to minus 35. Question number F, I raised to 15 plus I raised to 16 plus I raised to 13 plus I raised to 14. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് 1 2 3 4 5 6 ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഇതേ സൈഡിൽ തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതി പോകുന്ന അതേ സൈഡിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസറും എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.